അത് കഴിഞ്ഞിട്ട് കണ്ടക്ടർ കോൺടാക്ട് ചെയ്യുന്നു. കണ്ടക്ടർ കോൺടാക്ട് ചെയ്യുന്നു, എന്താണ് സംഭവം എന്ന് പറയുന്നു, അന്വേഷിക്കുന്നു. തിരിച്ച് വണ്ടിയുടെ പൊസിഷൻ അന്വേഷിക്കുന്നു, മറ്റുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. എന്റെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ഞാൻ വിളിച്ച് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ആ കോൺടാക്ട് വെച്ചിട്ടാണ് ഇവരെന്നെ പിടിച്ചു എന്ന് തോന്നുന്നത്. അവിടെ ബസ്സിന്റെ മെമ്മറി കാർഡ് താങ്കൾ മാറ്റിയതും താങ്കൾ കുറ്റം സമ്മതിക്കാൻ വേണ്ടി പോലീസ് താങ്കളെ മാനസികമായി പീഡിപ്പിച്ചു എന്നാണ് സത്യം. സത്യം അത് തന്നെയാണ്. യദുവും മേയറുമായിട്ട് ബസ് തർക്കമുണ്ടായപ്പോൾ താങ്കൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു? ഞാൻ ഡ്യൂട്ടിയിലാണ്. ഞാൻ 27-ാം തീയതി രാവിലെ 8 മണി മുതൽ 28-ാം തീയതി രാവിലെ 8 മണി വരെയാണ് എന്റെ ഡ്യൂട്ടി ടൈം. അന്ന് രാത്രി ഈ സംഭവം നടത്തുമ്പോൾ താങ്കൾ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ ഉണ്ടായിരുന്നു? ബസ് സ്റ്റാൻഡിന് ശേഷം ഫസ്റ്റ് ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. ഡ്യൂട്ടിയിലുണ്ട്. അന്ന് എന്താണ് സംഭവിച്ചതെന്ന് പറയാമോ? അന്ന് ഏകദേശം ഒരു 10:15 മണിയോടും കൂടെ ഈ ചീഫ് ഓഫീസിലെ കൺട്രോൾ റൂമെന്ന് എന്റെ പേഴ്സണൽ ഫോൺ നമ്പർ അവിടെ ഡ്യൂട്ടിയിലുള്ളവരുടെ കൺട്രോൾ റൂമിൽ കൊടുത്തേക്കും. ആ നമ്പറിൽ എന്നെ വിളിച്ചിട്ട് ഇത് കൺട്രോൾ റൂമെന്നാണ്, അവിടെ ഡ്യൂട്ടിയിലുള്ള ഇൻസ്പെക്ടറെ എത്രയും വേഗം സാഫല്യംകുളം ബസ്സിന്റെ അവിടെ എത്തിക്കണം, മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് വിളിച്ച ഒരു പരാതിയാണ്, അവ എത്രയും വേഗം എത്തിക്കുക എന്ന് മാത്രമേ പറഞ്ഞു. ഈ മിനിസ്റ്റർ ഓഫീസ് എന്ന് പറയുന്നത് CM ആണോ അതോ KB ജനേഷ് കുമാറിന്റെ ഓഫീസ്? അത് എന്താണ്, മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അത്രയും സീരിയസ് ആയ വിഷയമാണ് സാഫല്യംകുളം ബസ് എത്തിക്കുന്നത്. അപ്പൊ അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വേറൊരു സ്റ്റേഷൻ മാസ്റ്റർ ബൈക്കില് അവിടെ ഇൻസ്പെക്ടർ പോസ്റ്റിൽ എന്റെ ഹയർ ഡിവിഷൻ ഓഫീസറായിട്ട് ഒരു സണ്ണി എന്ന് പറഞ്ഞ സാറാണ് ഉണ്ടായത്. അദ്ദേഹത്തിനെ അങ്ങോട്ട് അയച്ചു. ഇദ്ദേഹം ബൈക്കിൽ പോകുന്നതിന് പുറകെ ATO എന്നെ വിളിക്കുന്നു. ലാൽസിയോട് എന്താ വിഷയം? ഞാൻ അറിയില്ല സാർ, ഇങ്ങനെ കൺട്രോൾ റൂമിൽ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു സണ്ണി സാർ അങ്ങോട്ട് പോയിരുന്നു, അത് മേയറുമായിട്ട് എന്തോ ഒരു വിഷയമാണ്, ഭയങ്കര എന്തോ പ്രശ്നമുണ്ടായി, അതിനാണ് എന്തായാലും പോയിട്ട് വരട്ടെ, ബാക്കിയൊക്കെ പിന്നെ ആലോചിക്കാന്ന് പറഞ്ഞ് സാറ് കട്ട് ചെയ്തു. അത് കിട്ടിയതിന് പുറകെ CITയുടെ സംസ്ഥാന സെക്രട്ടറി എന്റെ അതേ പൊസിഷനിൽ അവിടെ ജോലി ചെയ്യുന്ന സ്റ്റേഷൻ മാസ്റ്റർ ഉണ്ട്, അദ്ദേഹം വിളിച്ചിട്ട് എന്താണ് വിഷയം എന്ന് ചോദിച്ചു. അപ്പൊ ഞാനൊന്നും പറഞ്ഞില്ല, കൺട്രോൾ അത് മേയറുമായിട്ട് എന്തോ വിഷയമാണ്, ആ ഡ്രൈവർ എടി പൊടി എന്നതൊക്കെ വിളിച്ചു, ആ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് എന്ന് പറഞ്ഞു. എത്രയും പറഞ്ഞാൽ അത് വെച്ചു. അത് കഴിഞ്ഞിട്ട് കണ്ടക്ടർ കോൺടാക്ട് ചെയ്യുന്നു. കണ്ടക്ടർ കോൺടാക്ട് ചെയ്യുന്നു, എന്താണ് സംഭവം എന്ന് പറയുന്നു, അന്വേഷിക്കുന്നു. തിരിച്ച് വണ്ടിയുടെ പൊസിഷൻ അന്വേഷിക്കുന്നു, മറ്റുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. എന്റെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ഞാൻ വിളിച്ച് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ആ കോൺടാക്ട് വെച്ചിട്ടാണ് ഇവരെന്നെ പിടിച്ചു എന്ന് തോന്നുന്നത്. മെമ്മറി കാർഡ് താങ്കൾ മാറ്റിയതും താങ്കൾ കുറ്റം സമ്മതിക്കാൻ വേണ്ടി പോലീസ് താങ്കളെ മാനസികമായി പീഡിപ്പിച്ചു എന്നാണ് സത്യം. സത്യം അത് തന്നെയാണ്. ഒരുപാട് എന്റെ ഉത്തരവാദിത്തത്തിൽ വരുന്ന ഒരു വിഷയമല്ല അത്. കാരണം ബസ് പോലീസ് കസ്റ്റഡിയിലായിരുന്നു. പോലീസിന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന ബസ്സിനെ ആ പോയ ഇൻസ്പെക്ടറാണ് റിലീസ് ചെയ്ത് കൊണ്ടുവരുന്നത്. ആ ഇൻസ്പെക്ടറാണ് എല്ലാം വെരിഫൈ ചെയ്ത് കൊണ്ടുവരുന്നത്. ഈ സംഭവത്തിന് ശേഷം താങ്കൾ ബസ് കണ്ടിട്ടില്ല? ഇല്ല, അന്നും കണ്ടില്ല, അതിന് മുന്നേ ശ്രദ്ധിച്ചിട്ടില്ല. അതിനുശേഷം ബസ് വരുന്നത് ഞങ്ങൾ കാണില്ല, വന്ന സമയം വയ്ക്കുന്നു, പോകുന്നു, തിരിച്ചാ വണ്ടി പിന്നെ സർവീസ് കൊടുത്തു പോയി. യഥാർത്ഥത്തിൽ സിം കാർഡിന്റെ വിഷയമൊക്കെ പിറ്റേന്ന് ഏതോ ഇങ്ങനെ ചാനൽ ചർച്ചയിൽ പറയുമ്പോൾ, TV ചർച്ചയിൽ പറയുമ്പോഴാണ് ഈ അഭിമുഖം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നും ആ വിഷയങ്ങൾ വെളിയിലാവുന്നതും നമ്മൾ അറിയുന്നത്.